അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. ഈ മജ്ലിസ് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. എന്തെല്ലാം വിഷമങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ, സങ്കടങ്ങളുണ്ടോ, എല്ലാം പടച്ചവൻ മാറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ ഈ മജ്ലിസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഈ പറയുന്ന ഓരോ ദിക്റുകളും ഒരുപാട് ശ്രേഷ്ഠതകളുള്ളതാണ്, ഒരുപാട് പ്രതിഫലങ്ങളുള്ളതാണ്. ആ പ്രതിഫലങ്ങൾ മുഴുവനും ഈ ദിക്റുകൾ പറയുമ്പോൾ കിട്ടാൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞിട്ട് അവസാനം ദുആ രക്കുമ്പോൾ എന്തെല്ലാം നമ്മൾ ചോദിക്കുന്നുണ്ടോ എല്ലാ ചോദ്യങ്ങൾക്കും അല്ലാഹു തആല ഉത്തരം നൽകുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി നമ്മൾ പറയുന്നത്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് വട്ടം ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള, സ്വഹാബിമാരോട് പറയാൻ പറഞ്ഞ 2-3 ദിക്റുകൾ ചേർത്ത് നമ്മൾ പറയുന്നൊരു ദിക്റാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുന്ന തവക്കുലിൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ മാറാൻ മഹത്തുക്കൾ ഏറ്റവും കൂടുതൽ പറയാൻ പറഞ്ഞ ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ആദ്യം പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഈ ദിക്ർ പറയാം. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 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 ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്വലാത്തിൻ്റെ ഒരു അല്പമാണ്.
ഈ ഒരു സ്വലാത്ത് ഇത്രയും പറഞ്ഞാൽ മതി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഈ പറയുന്ന സ്വലാത്തിന് അവിടുന്ന് ഈ സ്വലാത്ത് നബിതങ്ങൾ കേൾക്കുകയും നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യും. അല്ലാഹുവേ പടച്ചവനെ, ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ, മദീന കാണാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ഒരുപാട് ഉമ്മമാരെ ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. റഹ്മാൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനി ഞങ്ങൾ പറയുന്ന ഈ സ്വലാത്തിൻ്റെ ഈ ഒരു പവർ കൊണ്ട് റബ്ബേ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ചു പറയുക. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈമാൻ പാറ പോലെ ഉറച്ചു നിൽക്കാനും അവസാനം മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടു മരിക്കാനും മഹത്തുക്കളായ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, മഹത്തുക്കളായ മുൻഗാമികൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ആ ദിക്ർ നമുക്കെല്ലാവർക്കും ഒന്നിച്ചു പറയാം.
എല്ലാവരും ഒന്നിച്ചു പറയുക. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ വാപ്പയും ഉമ്മയും വല്ലുപ്പയും വല്ലുമ്മയൊക്കെ നമ്മളെ ഉറക്കാൻ വേണ്ടി ഒരു താരാട്ട് പാട്ട് പാടുന്ന സമയത്ത് ഒരു തസ്ബീഹ് പറഞ്ഞിരുന്നു. അത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നേടിത്തരുന്ന ഒരു ദിക്റാണ്, ഒരു തസ്ബീഹാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ആ ദിക്ർ. അതിങ്ങനെ നമ്മൾ പല രൂപത്തിൽ താരാട്ട് പാട്ടായിട്ട് നമുക്ക് പാടിത്തരാറുണ്ട്. നമുക്ക് ഇന്ന് ആ ഒരു ദിക്ർ, ആ ഒരു തസ്ബീഹ് പറയാം. അതിൽ അതിന്റെ അർത്ഥം ഒന്ന് നോക്കിയാലോ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്, അല്ലെ, അള്ളാഹു എനിക്ക് മതി എന്നാണ്. അള്ളാഹു എനിക്ക് മതി. മാഫി ഖൽബി ഗൈറുല്ലാഹ്, അല്ലെ, അള്ളാഹു അല്ലാതെ വേറെ ആരും എൻ്റെ ഹൃദയത്തിലില്ലെന്നാണ്. അള്ളാഹു അല്ലാതെ വേറെ ആരും എൻ്റെ ഹൃദയത്തിലില്ല. നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ്, അല്ലെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നൂറാകുന്ന നബിതങ്ങൾക്ക് അള്ളാഹുവിനെ ഗുണവും രക്ഷയും സമാധാനവും ഒക്കെ കൊടുക്കണേ എന്നൊക്കെയാണ് അതിന്റെ ഏകദേശ അർത്ഥം. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറയാം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ല് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ്
നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിനെ പുകഴ്ത്തുക എന്നുള്ളത്. അള്ളാഹുവിനെ പുകഴ്ത്തിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും. നമ്മൾ പറയുന്ന സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതൊക്കെ അള്ളാഹുവിനെ പുകഴ്ത്തുന്നതാണ്. അള്ളാഹുവിനെ പുകഴ്ത്താൻ വേണ്ടി മഹത്തുക്കളായ ഔലിയാക്കന്മാർ പറയുന്ന ഒരു ദിക്റുണ്ട്. നമുക്കതൊന്ന് പറഞ്ഞാലോ? ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ചു പറയുക. സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസ് റബ്ബിൽ മലായികതി വറൂഹ്. 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 സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസ് റബ്ബിൽ
മലായികതി വറൂഹ് സുബ്ഹാന മലികിൽ ഖുദ്ദൂസ് റബ്ബിൽ മലായികതി വറൂഹ് സുബ്ഹാന മലികിൽ ഖുദ്ദൂസ് റബ്ബിൽ മലായികതി വറൂഹ് സുബ്ഹാന മലികിൽ ഖുദ്ദൂസ് റബ്ബിൽ മലായികതി വറൂഹ് സുബ്ഹാന മലികിൽ ഖുദ്ദൂസ് റബ്ബിൽ മലായികതി വറൂഹ് സുബ്ഹാന മലികിൽ ഖുദ്ദൂസ് റബ്ബിൽ മലായികതി വറൂഹ് സുബ്ഹാന മലികിൽ ഖുദ്ദൂസ് റബ്ബിൽ മലായികതി വറൂഹ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ്. ഇസ്മുകളിൽപ്പെട്ട 2 ഇസ്മുകൾ. ഈ 2 ഇസ്മുകൾ വളരെ ശ്രേഷ്ഠമുള്ളതാണ്. ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് ആ 2 ഇസ്മുകൾ ഓരോ ദിവസവും പറയാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടും ഇൻഷാ അല്ലാഹ്. ദുന്യവിയായ നേട്ടങ്ങളും ഉഹ്റവിയായ നേട്ടങ്ങളും, ഈമാൻ അധികരിക്കുന്ന നേട്ടവും അതുപോലെ ദുന്യാവിൽ സമ്പത്ത് അധികരിക്കുന്ന, അതായത് ദുന്യവിയായ ഉഹ്റവിയായ നേട്ടങ്ങൾ കിട്ടാൻ കാരണമാകുന്ന 2 ഇസ്മുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ചു പറയാം. യാ മുഹൈമിനു യാ അസീസു യാ അല്ലാഹ് 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 യാ മുഹൈമിനു യാ അസീസു യാ അല്ലാഹ്. എല്ലാ കാര്യങ്ങളും പടച്ചവനിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു ദിക്ർ, നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ള ദിക്റാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് അവൻ തന്നെ നടത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഒന്നിച്ചു പറയുക. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ വ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ.
ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ 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 മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ 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 മൗലാ വനിഅമൻ നസീർ. നമ്മളിനി പറയാൻ പോകുന്നത് ഇസ്തിഗ്ഫാറാണ്. അള്ളാഹുവിനോട് ഒരുപാട് തൗബ ചെയ്യേണ്ട, ഒരുപാട് ഇസ്തിഗ്ഫാർ പറയേണ്ട ഒരു സാഹചര്യമാണല്ലോ നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യം. അള്ളാഹു തആല നമ്മുടെ പാപങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. അറിഞ്ഞ് ചെയ്ത, അറിയാതെ ചെയ്ത, ഒറ്റയ്ക്ക് ചെയ്ത, കൂട്ടായി ചെയ്ത, മനഃപൂർവ്വം ചെയ്ത, അതുപോലെ മറന്ന് ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് നമുക്ക് തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. അപ്പോൾ ഇസ്തിഗ്ഫാറിൻ്റെ വചനവും തൗബയുടെ വചനവും ഒന്നിച്ചിട്ടുള്ള ചില ദിക്റുകളാണ് ഇസ്തിഗ്ഫാർ, തൗബയുടെ വചനങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് പറ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈക്. 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 അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈക്.
അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക്. അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക്. അതുപോലെ തന്നെ മറ്റൊരു ഇസ്തിഗ്ഫാറിന്റെ വചനമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. 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 അള്ളാഹു താല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഇസ്തിഗ്ഫാറിനെ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അടങ്ങിയ ഒരു ദിക്റാണ്. അതോടൊപ്പം തന്നെ ഈ ദിക്റിൻ്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ ഈമാനോടുകൂടി നമുക്ക് മരിക്കാനുള്ള തൗഫീഖ് കിട്ടാൻ മഹത്തുക്കളായ ഉലമാക്കൾ സ്ഥിരമാക്കാൻ പറഞ്ഞ ഒരു ദിക്റാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയുക. യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. 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 യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം.
يا ذا الجلال والإكرام أمتنا على دين الإسلام 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 الحمد لله الله سبحانه وتعالى നമ്മുടെ ദിക്റിന്റെ ദുആഇന്റെ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചാണല്ലോ ഈ സദസ്സിലിരിക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കമന്റിലൊക്കെ എഴുതുന്ന ആളുകൾ എല്ലാവരുടെയും കമന്റുകൾ വായിക്കുന്നുണ്ട്. പക്ഷെ ഓരോരുത്തർക്കും റിപ്ലൈ തരാനുള്ള പ്രയാസം കാരണം ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ ദുആരക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആഇനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന ഈ ദുആഇനെ നീ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ഒരുപാട് ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്, തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ദിക്റുകൾ സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹുവേ എല്ലാം നീ ഖബൂലാക്കണേ റഹ്മാനെ. എന്തെങ്കിലും പാപങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് അല്ലാഹുവേ, ഉറപ്പാണ് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചവരാണ്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. അറിഞ്ഞ് ചെയ്ത പാപങ്ങളുണ്ട്, അറിയാതെ ചെയ്ത പാപങ്ങളുണ്ട്, രഹസ്യമായത് പരസ്യമായത്, ഒറ്റക്ക് ചെയ്തത് കൂട്ടായി ചെയ്തത് എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഞങ്ങൾ തൗബ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ തൗബയെ നീ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. ഞങ്ങളും മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബർ നീ വിശാലമാക്കി തരണേ അല്ലാ. ഖൈറും സന്തോഷവും ഞങ്ങൾക്ക് നീ ജീവിതത്തിൽ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു, അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് പേര് ഒരുപാട് പ്രതിസന്ധിയിലാണ്. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങളുടെ മക്കളെയെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഖൈറായ ഒരു കുടുംബജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരുണ്ട്, അതുപോലെ ജോലി ശരിയാവാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, വാഹനമില്ലാത്തവരുണ്ട്, ഇന്റർവ്യൂവിന് പാസ്സാവാതെ വിഷമിക്കുന്നവരുണ്ട്. റബ്ബേ, എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ ഈ മാസത്തിലാണല്ലോ ഞങ്ങളുള്ളത്. ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ ചെയ്തിട്ടുള്ള നന്മകളും നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. കടങ്ങളുള്ളവരുണ്ട്, കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മാരകമല്ലാത്തതുമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ ഖബൂലാക്കണേ റഹ്മാനെ. ആരെല്ലാം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. എല്ലാ വേദനകളും വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. പ്രത്യേകിച്ച് ഫലസ്തീനിന് നീ സ്വാതന്ത്ര്യം നൽകണേ അല്ലാ. അവർക്ക് നീ ഖൈർ, സമാധാനം ഏറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവിടെ ആ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയ ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, കൊച്ചുമക്കളുണ്ട്. എല്ലാവർക്കും നീ ശുഹദാക്കളുടെ പ്രതിഫലം നൽകണേ അല്ലാ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നീ നശിപ്പിച്ച് കളയണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ കാവൽ എപ്പോഴും തരണേ അല്ലാ. ഞങ്ങളെ നീ പെടുത്തിക്കളയല്ലേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും മാറ്റിത്തരണേ അല്ലാ. എല്ലാവിധത്തിലുള്ള ഖൈറുകളും ഞങ്ങൾ ചോദിക്കുന്നു, എല്ലാ ഖൈറുകളും നൽകണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മക്കളെയെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹു, അവരുടെ പഠനത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. നല്ല സന്താനങ്ങളാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുന്നവരാണ്, ഉന്നതമായ വിജയം നൽകണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മക്കൾക്കാർക്കും നീ മാരകവുമല്ലാത്തതുമായ രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാവർക്കും നീ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ, എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹറിനെ തൊട്ട് കാക്കണേ അല്ലാ.
റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസ് ഉണ്ടാകും, അതിൽ പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരെയും അല്ലാഹു തആല ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.